ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എതിർവശത്ത് കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ, എതിർവശത്തുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ, ഒരാൾ മന്ത്രിയാണ്, മറ്റൊരാൾ മുൻ മേയറായിരുന്നു. ഞങ്ങളൊക്കെ ഇവരെയൊക്കെ ഒരേ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അവർ ജയിച്ചു വന്നതേ ഉള്ളൂ. അവർ ജയിച്ചു വന്ന ഇറ്റ് ഇസ് എ വേസ്റ്റ്. കണ്ണൂരിലെ ജനാധിപത്യത്തിൻ്റെ ഒരു വേസ്റ്റാണ് ഇവർ രണ്ടുപേരും. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടമാണ് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ NDA അവരുടെ സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുന്നത് C. രഘുനാഥിനെയാണ്. അദ്ദേഹം നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ UDF സ്ഥാനാർത്ഥിയെ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കുകയും പിന്നീട് UDFൻ്റെ പാളയം വിട്ട് BJPക്കൊപ്പം ചേരുകയും ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം. BJPയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. രഘുവേട്ട, എങ്ങനെയാണ് BJPയുടെ ഒരു പ്രതീക്ഷ കണ്ണൂർ പോലൊരു മണ്ഡലത്തിൽ? വിജയപ്രതീക്ഷ തന്നെയാണ്. വിജയത്തിൽ കവിഞ്ഞതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, കുറഞ്ഞതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് അനുകൂല സാഹചര്യം കണ്ണൂരിലുണ്ട്. കോൺഗ്രസിനകത്തുള്ള ഭിന്നിപ്പുകൾ, CPMൻ്റെ തകർച്ച, അവിടെ BJPക്കൊരു ക്ലിയർ സ്പേസ് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 21,000 വോട്ടുകളോളം നമുക്കിവിടെ നേടാൻ സാധിച്ചു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരട്ടി വോട്ടുകൾ നേടിയിട്ടുണ്ട്. കോർപ്പറേഷനിൽ 4 സീറ്റുകൾ ജയിക്കുന്നു, 3 സീറ്റിൽ 2ാം സ്ഥാനത്തെത്തുന്നു. ഏകദേശം 20ഓളം സീറ്റുകളിൽ നമുക്കൊരു 500-1000 വോട്ടുകൾ, അങ്ങനെ 21,000 വോട്ട് നമ്മുടെ ബാങ്കിലുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു 25,000 വോട്ടാണ്. അത് ഈ രണ്ട് പാർട്ടിക്കാരും കൂടെ തരുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം കോൺഗ്രസ് തകർന്നു പോയിരിക്കുന്നു. കാരണം സ്ഥാനാർത്ഥി വരുമ്പോൾ തന്നെ അതിനകത്തുണ്ടായ അന്തഛിദ്രങ്ങൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പഴയ MP, ഇപ്പോഴത്തെ MP അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു സ്പേസ് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കാലാകാലങ്ങളിലെ പതിറ്റാണ്ടുകളായി കണ്ണൂരിൻ്റെ 2 വിഭാഗമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ണൂർ കണ്ടാലറിയാം, ഏറ്റവും പുരോഗതിയില്ലാത്ത കേരളത്തിലെ ജില്ലകളിലൊന്ന് കണ്ണൂരാണ്. കണ്ണൂരിലെ റോഡുകൾ, കണ്ണൂരിലെ പാലങ്ങൾ, കണ്ണൂരിലെ ആശുപത്രികൾ, കണ്ണൂരിലെ ബീച്ചുകൾ എല്ലാം തന്നെ കട്ടുമുടിക്കാനുള്ളൊരു സംവിധാനമായി മാറിയിരിക്കും. അപ്പോൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഈ നാട്ടിലെ ജനങ്ങളെ മറന്നിട്ടാണ് ഇതുവരെ പോയത്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ 55 വർഷമായിട്ട് കണ്ണൂരിൽ ജീവിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാട്ട് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചാൽ ഒരു കോൺട്രിബ്യൂഷനില്ല. അതുകൊണ്ട് അദ്ദേഹത്തെയും ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. പിന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവരുടെ മോശമെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ നടപടികളിലുണ്ടായ പാളിച്ചകൾ, കോർപ്പറേഷൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ, അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. കണ്ണൂരിൽ ജനങ്ങൾ ഒരു പുരോഗതി ആഗ്രഹിക്കുന്നുണ്ട്, വികസനം ആഗ്രഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദിജിയുടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇരട്ട എഞ്ചിൻ സർക്കാരാണ്. നരേന്ദ്രമോദിജി കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിലൊരു മന്ത്രിസഭ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. മാറാത്തത് ഇനി മാറും, അത് കണ്ണൂരിലും മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എതിർവശത്ത് കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ, എതിർവശത്തുള്ള 2 സ്ഥാനാർത്ഥികൾ, ഒരാൾ മന്ത്രിയാണ്, മറ്റൊരാൾ മുൻ മേയറായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമില്ലാതെ 3 പേരും അതെ അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ ആ ഒരു എതിരാളികൾ ശക്തരാണല്ലോ. ഞങ്ങളൊക്കെ ഇവരെയൊക്കെ ഒരേ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അവർ ജയിച്ചു വന്നതേ ഉള്ളൂ. അവർ ജയിച്ചു വന്ന ഇറ്റ് ഇസ് എ വേസ്റ്റ്. കണ്ണൂരിലെ ജനാധിപത്യത്തിൻ്റെ ഒരു വേസ്റ്റാണ് ഇവർ രണ്ടുപേരും. വേസ്റ്റ് എന്ന് തന്നെയാണ് പറയാം. 55 വർഷം കണ്ണൂരിലെ MP ആയും കണ്ണൂരിലെ MLA ആയും മത്സരിച്ച് ജയിച്ച് മന്ത്രി. എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ? നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ഈ രാജ്യത്തിലെ 55 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ കണ്ണൂരിൽ കോൺട്രിബ്യൂഷൻ എന്താണ്? അദ്ദേഹത്തെ തുറന്ന് പറയണം. ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ടിൽ കവിഞ്ഞ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? എവിടെ ഒരു പോസ്റ്റുണ്ട് 1100 കോടിയുടെ. 1100 കോടി പദ്ധതി കൊടുത്തിരിക്കുന്ന കേന്ദ്രമാണ് കൊടുത്തിരിക്കുന്ന പദ്ധതി. 221 കോടി വീതം ഓരോ വർഷവും കണ്ണൂരിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവർ കണക്ക് പറയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വളരെ വേസ്റ്റാണ്. പിന്നെ മറ്റേ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ പറയണോ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതെല്ലാം സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിനെ ഒന്ന് വിലയിരുത്തിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ചരിത്രത്തിലാദ്യമായി കണ്ണൂരിൽ NDA അക്കൗണ്ട് തുറക്കും. പക്ഷേ കേരളത്തിന് അർഹമായ ഫണ്ടുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന വിഹിതം കൊടുക്കുന്നുണ്ടോ? ആര് പറഞ്ഞു? നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു. 221 കോടി രൂപ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ എൻ്റെ കാറിൽ വന്ന് കാണിച്ചാൽ 221 കോടി രൂപ 2023-24 കൊടുത്തിട്ടുണ്ട്. 211 കോടി രൂപ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട്. ഈ പദ്ധതികൾ കൊടുക്കുന്നത് കേരളമാണ്. കേരളത്തിന് കൊടുക്കുന്നത് കണ്ണൂരിൽ കൊടുത്തത് ഞാൻ പറയാം, അമൃത പദ്ധതി ആരാണ്? ജനൌഷധി പദ്ധതി ആരാണ്? റോഡുകൾക്കാരാ ഫണ്ട് കൊടുക്കുന്നത്? പാലങ്ങൾക്കാരാ ഫണ്ട് കൊടുക്കുന്നത്? ഇതൊക്കെ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കാര്യങ്ങൾ കിട്ടുന്ന പറയില്ല. പക്ഷേ എപ്പോഴെങ്കിലും നിഷേധിക്കപ്പെടുമ്പോൾ അത് ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറയും. തൊഴിലുറപ്പ് പദ്ധതി ആരാ പൈസ കൊടുക്കുന്നത്? എല്ലാവർക്കും അറിയുന്നതല്ലേ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു മാസം വൈകിയാൽ പറയും ഞങ്ങൾക്ക് പൈസ തരുന്നില്ല എന്ന്. കൊടുക്കുമ്പോൾ ആരും പറയാറില്ലല്ലോ. ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇവിടെ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ആ പദ്ധതി നടപ്പാക്കാൻ കേരള ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്?
ആളുകൾക്ക് ഇൻഷുറൻസ്, 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ കേന്ദ്ര സർക്കാർ നടപ്പാക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതൊക്കെ ജനങ്ങളോട് പറയണ്ടേ? കേന്ദ്രത്തിന്റെ പദ്ധതികൾ കേരളം നടപ്പിലാക്കുന്നില്ല എന്നാണ്. ഇല്ല, കേന്ദ്രത്തിൻ്റെ പദ്ധതി നടപ്പാക്കലാക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കേന്ദ്രം നടപ്പാക്കിയ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ പരിരക്ഷ. 5 ലക്ഷം രൂപ ഒരു വർഷത്തിൽ ആരോഗ്യ പരിരക്ഷ കൊടുത്തിട്ടുണ്ട് കേരളം നടപ്പാക്കുന്നില്ല. കാരണം 40% വീതം കൊടുക്കാനില്ല. കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ ഇവിടെ വകമാറ്റി ചെലവഴിച്ച് അവരുടെ സ്വജനപക്ഷപാതത്തിനും മന്ത്രിമന്ദിരത്തിന് മോടി കൂട്ടാനും ഇപ്പോഴും പറയുന്നത് കേട്ടത് 11 കോടി രൂപയാണ് പോലും ഇന്നത്തെ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂവിന് ചിലവായത്. എന്തൊരു അസംബന്ധമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. 11 കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരാളെ 11,20,000 രൂപയാണ് അദ്ദേഹം ഒന്ന് വന്നിട്ട് ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ. 11 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുക എന്തിനു വേണ്ടി? അദ്ദേഹത്തിൻ്റെ മുഖം വെളുപ്പിക്കാനാണോ? എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? ഈ നാട്ടിലെ നികുതി പണം കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവരൊക്കെ തന്നെ ജനങ്ങൾക്ക് മടുത്ത് ജനങ്ങൾ ഇവരോടൊക്കെ എന്താ പറയുക, ഈ പുറത്തു പോയാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് BJPയുടെ സ്പേസ്. കണ്ണൂരിൽ നിങ്ങളോട് ഞാൻ പറയാം, 100 കണക്കിന് ബലിദാനികളുള്ളൊരു മണ്ണാണ് കണ്ണൂർ. ഈ ബലിദാനികളുടെ മണ്ണിൽ വെച്ച് ഞങ്ങൾ പറയുന്നു, ആ ബലിദാനികളുടെ പ്രയത്നവും അവരുടെ ജീവനും രക്തവും ഒക്കെ തന്നെ ഒരിക്കൽ വൃഥാവിലാവും. തീർച്ചയായിട്ടും. നിങ്ങൾ എന്തുകൊണ്ട് സംശയം പറയുന്നു? ഞാൻ കണ്ണൂരിൽ അക്കൗണ്ട് തുറക്കും. ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വരും. അത് വന്നാൽ ഞാനിപ്പോൾ കണ്ണൂരിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ MLA ആയാൽ 500 കോടിയുടെ പദ്ധതി കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി ഞാൻ 2 വർഷത്തിനിടെ നടപ്പാക്കാം. അതിൻ്റെ ബൃഹത്തായ പദ്ധതിയും അതിൻ്റെ പ്ലാനും എൻ്റെ കയ്യിലുണ്ട്. ഏറ്റവും അവസാനമായൊരു ചോദ്യം താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്. കെ സുധാകരൻ്റെ അതൃപ്തി അത് വോട്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കെ സുധാകരൻ വീണ്ടും സജീവമായി TO മോഹനന് വേണ്ടി പ്രചരണരംഗത്ത് സജീവമായി വന്നിരിക്കുന്നു. അത് 2 കടന്നപ്പള്ളി വീണ്ടും സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ രീതിയിലുള്ള ജനകീയമായ ഇടപെടലിലൂടെ വരുന്നു എന്നുള്ളത് താങ്കളെ സംബന്ധിച്ച് വെല്ലുവിളിയല്ലേ? ഇല്ല, ഒരു വെല്ലുവിളിയില്ല. ഇവർ രണ്ടുപേരും ഞാൻ പറയുന്നത് മത്സരത്തെ പിന്നെന്താ, ഇവരുടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കിട്ടും. ഇടതുപക്ഷത്തിൽ തന്നെ കടന്നപ്പള്ളിയെ എടുത്തിരിക്കുന്നു. സുധാകരനൊക്കെ പറയും, രാഷ്ട്രീയ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ തന്നെ അനുഭാവികൾ, കോൺഗ്രസിലേത്തെ നല്ലൊരു വിഭാഗം ജനങ്ങൾ, ഈ മാറ്റം ആഗ്രഹിക്കണമെന്ന് കണ്ണൂരിലെ ജനങ്ങൾ, അവരെൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ജയിക്കും. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. സി രഘുനാഥാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. BJP ഇത്തവണ കണ്ണൂരിൽ അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.